ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ 10th പ്രിലിംസിൻ്റെ സിലബസ് എടുത്താൽ നമ്മൾ ഫസ്റ്റ് കാണുന്ന ടോപ്പിക്കാണ് ശാസ്ത്ര സാങ്കേതിക മേഖല എന്ന് പറയുന്നത്. അപ്പോൾ ശാസ്ത്ര സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മിക്കവാറും എല്ലാ എക്സാംസിനും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണിത്. അപ്പോൾ ഒരു ഫൈനൽ റിവിഷൻ എന്നോണം നമ്മൾ ആ ഒരു മേഖലയിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മളൊന്ന് വർക്ക് ചെയ്യുകയാണ്. അത് നോക്കി, ബഹിരാകാശ ഗവേഷണമാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഇന്ത്യയിലെ പ്രഥമ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? ഇന്ത്യയിലെ പ്രഥമ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? തുമ്പ, തിരുവനന്തപുരമാണ് പ്രഥമ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. അപ്പോൾ ഇന്ത്യയിലെ പ്രഥമ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? തുമ്പയാണ്, തിരുവനന്തപുരം ജില്ലയിലാണ്. ഭൂമിയുടെ കാന്തിക ഭൂമധ്യ രേഖയോട് ചേർന്ന് ഇന്ത്യയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏത്? അതും തുമ്പ തന്നെയാണ്. ഭൂമിയുടെ കാന്തിക ഭൂമധ്യ രേഖയോട് ചേർന്ന ഇന്ത്യയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രവും ഏതാണ്? തുമ്പയാണ്. തുമ്പയിൽ നിന്ന് ആദ്യമായി റോക്കറ്റ് വിക്ഷേപിച്ച വർഷം ഏത്? 1963 നവംബർ 21. തുമ്പയിൽ നിന്ന് ആദ്യമായി റോക്കറ്റ് വിക്ഷേപിച്ച വർഷം ഏതാണ്? 1963 നവംബർ 21 തുമ്പയിൽ നിന്ന് ആദ്യമായിട്ട് റോക്കറ്റ് വിക്ഷേപിച്ചത്. അങ്ങനെയാണെങ്കിൽ തുമ്പയിൽ നിന്ന് വിക്ഷേപിക്കപ്പെട്ട ആദ്യത്തെ റോക്കറ്റ് ഏതായിരുന്നു? നൈക്ക് അപ്പാച്ചെ ആയിരുന്നു. ഏതാണ്? നൈക്ക് അപ്പാച്ചെ. തുമ്പയിൽ നിന്നും ആദ്യമായിട്ട് വിക്ഷേപിച്ച റോക്കറ്റാണ് നൈക്ക് അപ്പാച്ചെ. അപ്പോൾ ഇന്ത്യയുടെ പ്രഥമ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് തുമ്പയാണ്. ഭൂമിയുടെ കാന്തിക ഭൂമധ്യ രേഖയോട് ചേർന്ന റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രവും ഏതാണ്? തുമ്പയാണ്. തുമ്പയിൽ നിന്നും ആദ്യമായിട്ട് റോക്കറ്റ് വിക്ഷേപിച്ച വർഷം ഏതാണ്? 1963 നവംബർ 21. 1963 നവംബർ 21. അപ്പോൾ ആദ്യമായിട്ട് വിക്ഷേപിച്ച റോക്കറ്റ് ഏതാണ്? അത് നൈക്ക് അപ്പാച്ചെയാണ്. അടുത്ത് നോക്കിയേ, 1968 ഫെബ്രുവരി 2 ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിക്കപ്പെട്ട ഇന്ത്യയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണ്? അതും തുമ്പയാണ്. അപ്പോൾ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിക്കപ്പെട്ട വർഷം ഏതാണ്? 1968 ഫെബ്രുവരി 2. 1968 ഫെബ്രുവരി 2 തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിക്കപ്പെട്ടത്. റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാക്കി മാറ്റിയ തുമ്പയിലെ ക്രിസ്ത്യൻ പള്ളി ഏതായിരുന്നു? സെന്റ് മേരി മഗ്ദലീന പള്ളി. ഇപ്പോൾ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാക്കി മാറ്റിയ തുമ്പയിലെ ക്രിസ്ത്യൻ പള്ളി ഏതായിരുന്നു? സെന്റ് മേരി മഗ്ദലീന പള്ളി. അപ്പോൾ ഒരു പള്ളിയിലാണ് ഇത് റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാക്കി പിന്നെ മാറ്റുന്നത് കേട്ടോ. ആ പള്ളിയുടെ പേരാണ് സെന്റ് മേരി മഗ്ദലീന പള്ളി. അടുത്ത് നോക്കി, ഉപഗ്രഹങ്ങളുടെ നിർമ്മാണം നടത്തുന്ന ISRO സാറ്റലൈറ്റ് സെന്റർ എവിടെയാണ്? ഉപഗ്രഹങ്ങളുടെ നിർമ്മാണം നടത്തുന്ന ISRO സാറ്റലൈറ്റ് സെന്റർ എവിടെയാണ്? അത് ബംഗളൂരു ആണ്. ഓക്കെ, ഉപഗ്രഹങ്ങളുടെ നിർമ്മാണം നടത്തുന്ന ISRO സാറ്റലൈറ്റ് സെന്റർ എവിടെയാണ്? ബംഗളൂരു. ISROയുടെ റോക്കറ്റുകൾ, വിക്ഷേപണ വാഹനങ്ങൾ എന്നിവ നിർമ്മിക്കുന്നത് എവിടെ? വിക്രം സാരാഭായ് സ്പേസ് സെന്റർ. ISROയുടെ റോക്കറ്റുകൾ, വിക്ഷേപണ വാഹനങ്ങൾ എന്നിവയൊക്കെ നിർമ്മിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ആണ്. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് VSC സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് തിരുവനന്തപുരത്താണ്. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് തിരുവനന്തപുരത്താണ്. അപ്പോൾ ISROയുടെ റോക്കറ്റുകളും വിക്ഷേപണ വാഹനങ്ങളും ഒക്കെ നിർമ്മിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ആണ്. അത് എവിടെയാണ്? അത് തിരുവനന്തപുരം ജില്ലയിലാണ്, തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത 1967 നവംബർ 20 വിക്ഷേപണം നടത്തുന്ന ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ നിർമ്മിത റോക്കറ്റ് ഏതായിരുന്നു? അപ്പോൾ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഒരു റോക്കറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ വിക്ഷേപണം നടന്നത് 1967 നവംബർ 20 അത് ഏതാണ്? രോഹിണി 75. രോഹിണി 75 എന്ന് പറയുന്നത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച റോക്കറ്റാണ്. 1967 നവംബർ 20 അതിൻ്റെ വിക്ഷേപണം നടന്നത്. നമ്മൾ എഴുതി പഠിച്ചത് 1963 നവംബർ 21 വിക്ഷേപണം നടന്നു അല്ലേ? നൈക്ക് അപ്പാച്ചെ എന്ന് പറയുന്ന റോക്കറ്റ് തുമ്പയിൽ നിന്ന് വിക്ഷേപിച്ചത് 1963 നവംബർ 21. രോഹിണി എന്നാണ് 1967 നവംബർ 20. തിരുവനന്തപുരത്തെ സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി സെന്ററിനെ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്ന് നാമകരണം ചെയ്ത വർഷം ഏത്? തിരുവനന്തപുരത്തെ സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി സെന്ററിനെ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്ന് നാമകരണം ചെയ്ത വർഷം ഏതാണ്? 1972. അപ്പോൾ ആദ്യമായിട്ട് ഇതിൻ്റെ പേര് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി സെന്റർ എന്നായിരുന്നു.
അതിൻ്റെ പേരാണ് പിന്നെ VSC, വിക്രം സാരാഭായിയോടുള്ള ഒരു ബഹുമാനാർത്ഥം VSC എന്ന് മാറ്റിയത്. ആ വർഷം ഏതാണ് ചോദിച്ചാൽ 1972. ഇന്ത്യ ആദ്യമായി വികസിപ്പിച്ചെടുത്ത വിക്ഷേപണ വാഹനം ഏതായിരുന്നു? ഇന്ത്യ ആദ്യമായി വികസിപ്പിച്ചെടുത്ത വിക്ഷേപണ വാഹനം ഏതായിരുന്നു? SLV-3 ആയിരുന്നു. ഏതാണ്? SLV-3. ഇന്ത്യ ആദ്യമായിട്ട് വികസിപ്പിച്ചെടുത്ത വിക്ഷേപണ വാഹനം ഏതായിരുന്നു? SLV-3 ആയിരുന്നു. 1962 പ്രവർത്തനം തുടങ്ങിയ ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് ആൻഡ് റിസർച്ചിന്റെ തലവൻ ആരായിരുന്നു? 1962 പ്രവർത്തനം തുടങ്ങിയ ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ചിന്റെ തലവൻ ആരായിരുന്നു? ഡോക്ടർ വിക്രം സാരാഭായ് ആയിരുന്നു. ഡോക്ടർ വിക്രം സാരാഭായ് ആയിരുന്നു. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ വിക്രം സാരാഭായ് ആണ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ആരാണ്? ഡോക്ടർ വിക്രം സാരാഭായ് ആണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവായതുകൊണ്ടാണ് VSC എന്ന് നാമകരണം ചെയ്തു നമ്മൾ പഠിച്ചില്ലേ 1972. ഓക്കെ. അടുത്ത 1972 വരെ ISRO പ്രവർത്തിച്ചത് ഏത് വകുപ്പിന് കീഴിലാണ്? ISRO പ്രവർത്തിച്ച വകുപ്പ് ഏതാണ്? 1972 ആണവോർജ വകുപ്പാണ്. ആണവോർജ വകുപ്പാണ്. പക്ഷെ ഇപ്പോൾ ഏതാണ്? ബഹിരാകാശ വകുപ്പാണ് കേട്ടോ. ഇന്ത്യയിൽ ബഹിരാകാശ കമ്മീഷൻ, ബഹിരാകാശ വകുപ്പ് എന്നിവ സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാണ്? 1972 ജൂൺ ആണ്. 1972 വരെ ISRO പ്രവർത്തിച്ചത് ആണവോർജ വകുപ്പിന് കീഴിലാണ്. പക്ഷെ 1972 ജൂൺ ആയപ്പോഴേക്കും എന്ത് ചെയ്തു? ബഹിരാകാശ കമ്മീഷനും ബഹിരാകാശ വകുപ്പും ഒക്കെ വന്നു. അപ്പോൾ ഇപ്പോൾ ISRO ഏതിലാണ്? ബഹിരാകാശ വകുപ്പിന് കീഴിലാണ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം ISRO നിലവിൽ വന്നത് എന്നാണ് ചോദിച്ചാൽ 1969 ഓഗസ്റ്റ് 15 ആണ്. ഇന്ത്യയിലെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം നിലവിൽ വന്നത് 1969 ഓഗസ്റ്റ് 15 ആണ്. എന്നാൽ ബഹിരാകാശ കമ്മീഷൻ, ബഹിരാകാശ വകുപ്പ് ഇവ നിലവിൽ വന്നത് എന്നാണ് ചോദിച്ചാൽ 1972 ജൂണിലാണ്. 1972 ജൂണിലാണ്. ISRO നിലവിൽ വന്നത് 1969 ഓഗസ്റ്റ് 15 ISROയുടെ ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ISROയുടെ ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. എവിടെയാണ്? ISROയുടെ ആസ്ഥാന മന്ദിരം എവിടെയാണ്? ബാംഗ്ലൂരു ആണെന്ന് പഠിച്ചു വയ്ക്കാം. ഏത് സ്ഥാപനത്തിന്റെ ആസ്ഥാന മന്ദിരമാണ് അന്തരീക്ഷ് ഭവൻ? അപ്പൊ അന്തരീക്ഷ് ഭവൻ എന്നറിയപ്പെടുന്നത് ഏത് സ്ഥാപനത്തിന്റെ ആസ്ഥാന മന്ദിരമാണ്? ISROയുടെ ആസ്ഥാന മന്ദിരമാണ് അന്തരീക്ഷ് ഭവൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ISROയുടെ ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബാംഗ്ലൂരു ആണ്. ഈ ISROയുടെ ആസ്ഥാന മന്ദിരം അറിയപ്പെടുന്ന പേരെന്താണ്? അന്തരീക്ഷ് ഭവൻ എന്നാണ്. ISROയുടെ ആപ്തവാക്യം എന്താണ്? മാനവരാശിയുടെ സേവനത്തിനായി. ISROയുടെ ആപ്തവാക്യം എന്താണ്? മാനവരാശിയുടെ സേവനത്തിനായി എന്നാണ് ISROയുടെ ആപ്തവാക്യം. 1971 ഡിസംബർ 31 കോവളത്തെ ഹാൽസിയൻ കൊട്ടാരത്തിൽ അന്തരിച്ച വിഖ്യാത ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? ഡോക്ടർ വിക്രം സാരാഭായ് ആണ്. 1971 ഡിസംബർ 31 കോവളത്തെ ഹാൽസിയൻ കൊട്ടാരത്തിൽ അന്തരിച്ച വിഖ്യാത ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? ഡോക്ടർ വിക്രം സാരാഭായ് ആണ്. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത് ഏതാണ്? ശ്രീഹരിക്കോട്ടയാണ് ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത് ഏതാണ്? ശ്രീഹരിക്കോട്ട. ശ്രീഹരിക്കോട്ടയിൽ ഗവേഷണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച വർഷം ഏത്? 1971. ശ്രീഹരിക്കോട്ടയിൽ ഗവേഷണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച വർഷം ഏതാണ്? 1971. ശ്രീഹരിക്കോട്ടയിൽ ആദ്യമായി വിക്ഷേപിച്ച റോക്കറ്റുകൾ ഏവയാ? രോഹിണി റോക്കറ്റുകളാണ്. ശ്രീഹരിക്കോട്ടയിൽ ആദ്യമായി വിക്ഷേപിച്ച റോക്കറ്റുകൾ ഏവ? രോഹിണി റോക്കറ്റുകൾ. ഇന്ത്യയിലെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? അത് ശ്രീഹരിക്കോട്ടയാണ്. ഇന്ത്യയിലെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? ശ്രീഹരിക്കോട്ടയാണ്. ശ്രീഹരിക്കോട്ട ദ്വീപ് ഏത് കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്? ബംഗാൾ ഉൾക്കടൽ. ശ്രീഹരിക്കോട്ട ദ്വീപ് ഏത് കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്? ബംഗാൾ ഉൾക്കടൽ. ശ്രീഹരിക്കോട്ട ഏത് സംസ്ഥാനത്തിന്റെ ഭാഗമാണ്? ആന്ധ്രാപ്രദേശിന്റെ ഭാഗമാണ് ശ്രീഹരിക്കോട്ട. ശ്രീഹരിക്കോട്ട ഏത് സംസ്ഥാനത്തിന്റെ ഭാഗമാണ്? ആന്ധ്രാപ്രദേശിന്റെ ഭാഗമാണ്. പുലിക്കട്ട് തടാകം, ബംഗാൾ ഉൾക്കടൽ എന്നിവയുടെ മധ്യത്തിലുള്ള ദ്വീപാണ് ശ്രീഹരിക്കോട്ട. പുലിക്കട്ട് തടാകം, ബംഗാൾ ഉൾക്കടൽ എന്നിവയുടെ മധ്യത്തിലുള്ള ദ്വീപ് ഏതാണ്? ശ്രീഹരിക്കോട്ടയാണ്. ശ്രീഹരിക്കോട്ടയിലെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രത്തിന്റെ പേര് എന്താ? സതീഷ് ധവാൻ സ്പേസ് സെന്റർ. അപ്പൊ ശ്രീഹരിക്കോട്ടയിലെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രത്തിന്റെ പേരെന്താണ്? സതീഷ് ധവാൻ സ്പേസ് സെന്റർ. ഇന്ത്യയുടെ പ്രഥമ കൃത്രിമോപഗ്രഹം ഏതാണ്? ഇന്ത്യയുടെ പ്രഥമ കൃത്രിമോപഗ്രഹം ഏതാണ്?
ആര്യഭട്ടയാണ്. 1975 ഏപ്രിൽ 19 ഈ ആര്യഭട്ട എന്ത് ചെയ്യുന്നത്, വിക്ഷേപിക്കുന്നത്. ആ സമയത്ത് പ്രധാനമന്ത്രി ചോദിച്ചിട്ടുണ്ട്, ഇന്ദിരാഗാന്ധി ആയിരുന്നു ആ സമയത്ത് പ്രധാനമന്ത്രി. ഇന്ത്യയുടെ പ്രഥമ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ആര്യഭട്ട. 1975 ഏപ്രിൽ 19 ആര്യഭട്ട എന്ത് ചെയ്യുന്നത്, വിക്ഷേപിക്കുന്നത്. ഡേറ്റ് ഓർത്തുവയ്ക്കുക, 1975 ഏപ്രിൽ 19. ആര്യഭട്ടയുടെ വിക്ഷേപണം എവിടെ നിന്നായിരുന്നു? റഷ്യയിലെ വോൾവോഗ്രാഡിൽ നിന്നായിരുന്നു. ആര്യഭട്ടയുടെ വിക്ഷേപണം എവിടെ നിന്നായിരുന്നു? റഷ്യയിലെ വോൾവോഗ്രാഡ്. ആര്യഭട്ട ഉപഗ്രഹത്തിന്റെ ഭാരം എത്രയായിരുന്നു? 360 കിലോഗ്രാം ആണ്. എത്രയാണ്? 360 കിലോഗ്രാം ആണ്. ആര്യഭട്ടയുടെ വിക്ഷേപണത്തിന് ഉപയോഗിച്ച വാഹനമാണ് കോസ്മോസ്. ആര്യഭട്ടയുടെ വിക്ഷേപണത്തിന് ഉപയോഗിച്ച വാഹനം ഏതാണ്? കോസ്മോസ്. അപ്പോൾ ഇന്ത്യയുടെ പ്രഥമ കൃത്രിമ ഉപഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആര്യഭട്ടയാണ്. അത് വിക്ഷേപിച്ച വർഷം ഓർത്തുവയ്ക്കുക, 1975 ഏപ്രിൽ 19 ആര്യഭട്ട വിക്ഷേപിക്കുന്നത്. എന്നാൽ ആര്യഭട്ട വിക്ഷേപിച്ചത് എവിടെ നിന്നായിരുന്നു? റഷ്യയിലെ വോൾവോഗ്രാഡിൽ നിന്നാണ് വിക്ഷേപിച്ചത്. ആര്യഭട്ട ഉപഗ്രഹത്തിന്റെ ഭാരം എത്രയായിരുന്നു? 360 കിലോഗ്രാം ആയിരുന്നു. എത്രയായിരുന്നു? 360 കിലോഗ്രാം ആയിരുന്നു. ആര്യഭട്ടയുടെ വിക്ഷേപണത്തിന് ഉപയോഗിച്ച വാഹനം ഏതാണ്? കോസ്മോസ് ആണ്. ആര്യഭട്ടയുടെ വിക്ഷേപണത്തിന് ഉപയോഗിച്ച വാഹനം ഏതാണ്? കോസ്മോസ് ആണ്. ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹം ഏതാണ്? ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹം ഏതാണ്? രോഹിണിയാണ്. രോഹിണി. ഇന്ത്യ വിക്ഷേപിച്ച രണ്ടാമത്തെ കൃത്രിമ ഉപഗ്രഹം ഏതായിരുന്നു? ഭാസ്കര 1 ആയിരുന്നു. ഇന്ത്യയുടെ പ്രഥമ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏതായിരുന്നു? അതും ഭാസ്കര 1 ആയിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹം രോഹിണി, രണ്ടാമത്തെ ഉപഗ്രഹം ഭാസ്കര 1, അത് ഒരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ആയിരുന്നു. ഇന്ത്യയുടെ പ്രഥമ വാർത്താവിനിമയ ഉപഗ്രഹം ഏതായിരുന്നു? അത് ആപ്പിൾ ആയിരുന്നു. 1981 ജൂൺ 19 ആപ്പിൾ വിക്ഷേപിക്കുന്നത്. 1981 ജൂൺ 19 ആപ്പിൾ വിക്ഷേപിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ പ്രഥമ വാർത്താവിനിമയ ഉപഗ്രഹം ഏതായിരുന്നു? ആപ്പിൾ ആയിരുന്നു. ആപ്പിൾ ഉപഗ്രഹത്തെ വിക്ഷേപിച്ചത് എവിടെ നിന്നുമാണ്? ഫ്രഞ്ച് ഗയാനയിലെ കുറുവിൽ നിന്നാണ്. ഫ്രഞ്ച് ഗയാനയിലെ കുറുവിൽ നിന്നാണ് ആപ്പിൾ ഉപഗ്രഹത്തെ വിക്ഷേപിച്ചത്. ആപ്പിൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രഥമ വാർത്താവിനിമയ ഉപഗ്രഹമായിരുന്നു. 1981 ജൂൺ 19 ആപ്പിൾ ഉപഗ്രഹം വിക്ഷേപിക്കുന്നത്. കാലാവസ്ഥാ നിരീക്ഷണത്തിന് മാത്രമായുള്ള ആദ്യത്തെ ഇന്ത്യൻ കൃത്രിമ ഉപഗ്രഹം ഏതായിരുന്നു? കാലാവസ്ഥാ നിരീക്ഷണത്തിന് മാത്രമായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായിരുന്നു മെറ്റ്സാറ്റ്. അതിൻ്റെ പേരെന്താ? കൽപ്പന 1 എന്ന് പിന്നെ നാമകരണം ചെയ്തു. കൽപ്പന ചൗളയോടുള്ള ആദരസൂചകമായിട്ട് കേട്ടോ. അപ്പം മെറ്റ്സാറ്റ് 1 ആയിരുന്നു കാലാവസ്ഥാ നിരീക്ഷണത്തിന് മാത്രമായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം. വിദ്യയുടെ ഉപഗ്രഹം എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ഉപഗ്രഹമാണ് എജ്യൂസാറ്റ്. അല്ലെ, എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഇന്ത്യ വിക്ഷേപിച്ച സാറ്റലൈറ്റ് ഏതാണ്? അത് എജ്യൂസാറ്റ് ആണ്. എജ്യൂസാറ്റ്. മേഘാട്രോപിക്സ് എന്ന ഉപഗ്രഹത്തിൽ ഇന്ത്യക്കൊപ്പം സഹകരിച്ച രാജ്യം ഏതാണ്? മേഘാട്രോപിക്സ് എന്ന ഉപഗ്രഹത്തിൽ ഇന്ത്യക്കൊപ്പം സഹകരിച്ച രാജ്യമാണ് ഫ്രാൻസ്. അപ്പോൾ മേഘാട്രോപിക്സ് എന്ന ഉപഗ്രഹത്തിൽ ഇന്ത്യക്കൊപ്പം സഹകരിച്ച രാജ്യം ഏതാണ്? ഫ്രാൻസ് ആണ്. സമുദ്ര പഠനത്തിനായുള്ള ഇന്ത്യ ഫ്രാൻസ് സംയുക്ത ഉപഗ്രഹമാണ് സരൾ. സമുദ്ര പഠനത്തിനായുള്ള ഇന്ത്യ ഫ്രാൻസ് സംയുക്ത ഉപഗ്രഹം ഏതാണ്? അത് സരൾ ആണ്. സരൾ. ഇന്ത്യയുടെ പ്രഥമ പ്രതിരോധ ഉപഗ്രഹമായി അറിയപ്പെടുന്നത് ഏതാണ്? ഇന്ത്യയുടെ പ്രഥമ പ്രതിരോധ ഉപഗ്രഹമായി അറിയപ്പെടുന്നത് ജിസാറ്റ് 7 ആണ്. ഇന്ത്യയുടെ പ്രഥമ പ്രതിരോധ ഉപഗ്രഹം ഏതാണ്? ജിസാറ്റ് 7 ആണ്. ഇന്ത്യയുടെ പ്രഥമ നാവിഗേഷൻ ഉപഗ്രഹം ഏതാണ്? ഇന്ത്യയുടെ പ്രഥമ നാവിഗേഷൻ ഉപഗ്രഹം ഏതാണ്? IRNSS-1A. അപ്പോൾ ഇന്ത്യയുടെ പ്രഥമ നാവിഗേഷൻ ഉപഗ്രഹം ഏതാണ്? IRNSS-1A ആണ്. പ്രതിരോധ ഉപഗ്രഹം ഏതായിരുന്നു? ജിസാറ്റ് 7 ആയിരുന്നു. സമുദ്ര പഠനത്തിനായിട്ടുള്ള ഇന്ത്യ ഫ്രാൻസ് സംയുക്ത ഉപഗ്രഹം ഏതാണ്? സരളാണ്. ISROയുടെ 100ാമത്തെ ദൗത്യം ഏതായിരുന്നു? അത് PSLV-21 ആയിരുന്നു. 2012 സെപ്റ്റംബർ 9 ISROയുടെ 100ാമത്തെ ദൗത്യം. PSLV-21 ആയിരുന്നു. 2012 സെപ്റ്റംബർ 9 അത് വിക്ഷേപിച്ചത്. ISRO വിക്ഷേപിച്ച 100ാമത്തെ ഉപഗ്രഹം ഏതായിരുന്നു? അത് കാർട്ടോസാറ്റ് 2 ആയിരുന്നു. ISRO വിക്ഷേപിച്ച 100ാമത്തെ ഉപഗ്രഹം ഏതാണ്? കാർട്ടോസാറ്റ് 2 ആണ്. കാർട്ടോസാറ്റ് 2. 100ാമത്തെ ദൗത്യം ഏതാണ്? PSLV-21 ആണ്. 2012 സെപ്റ്റംബർ 9 അത് വിക്ഷേപിച്ചത്. ISRO വിക്ഷേപിച്ച 100ാമത്തെ ഉപഗ്രഹം ഏതായിരുന്നു? അത് കാർട്ടോസാറ്റ് 2 ആയിരുന്നു. ISROയുടെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ വിക്രം സാരാഭായ് ആയിരുന്നു ISROയുടെ പ്രഥമ ചെയർമാൻ. ISROയുടെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ വിക്രം സാരാഭായ്. ISROയുടെ രണ്ടാമത്തെ ചെയർമാൻ ആരായിരുന്നു? പ്രൊഫസർ സതീഷ് ധവാൻ ആണ്. ISROയുടെ രണ്ടാമത്തെ ചെയർമാൻ ആരായിരുന്നു? പ്രൊഫസർ സതീഷ് ധവാൻ.
ISROയുടെ ചെയർമാനായ ആദ്യത്തെ കേരളീയൻ ആര്? ഡോക്ടർ കെ കസ്തൂരി രംഗൻ. ISROയുടെ ചെയർമാനായ ആദ്യത്തെ കേരളീയൻ ആരാണ്? ഡോക്ടർ കെ കസ്തൂരി രംഗൻ. ISROയുടെ മേൽനോട്ടത്തിൽ ഒരു സർവകലാശാല നിർമ്മിച്ച ആദ്യത്തെ ഉപഗ്രഹം ഏത്? അത് അനൂസാറ്റ് ആണ്. ISROയുടെ മേൽനോട്ടത്തിൽ ഒരു സർവകലാശാല നിർമ്മിച്ച ആദ്യത്തെ ഉപഗ്രഹം ഏതാണ്? അനൂസാറ്റ്. അനൂസാറ്റ് നിർമ്മിച്ച സർവകലാശാല ഏതാണ്? അണ്ണാ സർവകലാശാല, തമിഴ്നാടാണ്. തമിഴ്നാട്ടിലെ അണ്ണാ സർവകലാശാലയാണ് അനൂസാറ്റ് നിർമ്മിച്ചത്. ISROയുടെ മേൽനോട്ടത്തിൽ ഒരു സർവകലാശാല നിർമ്മിച്ച ഒരു ഉപഗ്രഹമാണ് ഏതെന്ന് പറയുന്നത്? അനൂസാറ്റ്. അനൂസാറ്റ് നിർമ്മിച്ച സർവകലാശാലയാണ് അണ്ണാ സർവകലാശാല. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ പ്രഥമ വാണിജ്യ സ്ഥാപനം ഏതാണ്? ആൻഡ്രിക്സ് കോർപ്പറേഷൻ ആണ്. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ പ്രഥമ വാണിജ്യ സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആൻഡ്രിക്സ് കോർപ്പറേഷൻ ആണ്. ആൻഡ്രിക്സ് കോർപ്പറേഷൻ സ്ഥാപിതമായത് 1992 സെപ്റ്റംബറിലാണ്. അപ്പോൾ ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ പ്രഥമ വാണിജ്യ സ്ഥാപനമാണ് ആൻഡ്രിക്സ് കോർപ്പറേഷൻ. ആൻഡ്രിക്സ് കോർപ്പറേഷൻ സ്ഥാപിതമായത് 1992 സെപ്റ്റംബറിൽ ആണ്. 2019 മാർച്ച് 6 നിലവിൽ വന്ന പൊതുമേഖലാ ബഹിരാകാശ വിക്ഷേപണ സ്ഥാപനമാണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്, NSIL. 2019 മാർച്ച് 6 നിലവിൽ വന്ന പൊതുമേഖലാ ബഹിരാകാശ വിക്ഷേപണ സ്ഥാപനം ഏതാണ്? ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്, NSIL ആണ്. NSIL. ബഹിരാകാശ പര്യവേക്ഷണ മേഖലയിൽ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്ന സ്ഥാപനമാണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് അല്ലെങ്കിൽ NSIL. അപ്പോൾ ബഹിരാകാശ പര്യവേഷണ മേഖലയിൽ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്ന സ്ഥാപനം ഏതാണ്? NSIL ആണ്. NSILന്റെ ആസ്ഥാനം എവിടെയാണ്? ആസ്ഥാനം എവിടെയാണ്? ബംഗളൂരു ആണ്. NSILന്റെ ആസ്ഥാനം എവിടെയാണ്? ബംഗളൂരു ആണ്. ഉപഗ്രഹങ്ങളുടെ വാണിജ്യ വിക്ഷേപണം നടത്തുന്ന എത്രാമത്തെ രാജ്യമാണ്? ഇന്ത്യ. 5ാമത്തെ രാജ്യമാണ്. ഉപഗ്രഹങ്ങളുടെ വാണിജ്യ വിക്ഷേപണം നടത്തുന്ന എത്രാമത്തെ രാജ്യമാണ്? ഇന്ത്യ. 5ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഭ്രമണപഥത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ കഴിയുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹമാണ് SRE-1. ഭ്രമണപഥത്തിൽ നിന്നും വീണ്ടെടുക്കാൻ കഴിയുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം ഏതാണ്? SRE-1 ആണ്. SRE-1. ഇന്ത്യ വിക്ഷേപിച്ച പ്രഥമ ബഹിരാകാശ ടെലിസ്കോപ്പ് ഏതാണ്? ആസ്ട്രോസാറ്റ് ആണ്. ഇന്ത്യ വിക്ഷേപിച്ച പ്രഥമ ബഹിരാകാശ ടെലിസ്കോപ്പ് ഏതാണ്? ആസ്ട്രോസാറ്റ് ആണ്. പ്രഥമ ബഹിരാകാശ ടെലിസ്കോപ്പാണ് ആസ്ട്രോസാറ്റ്. ഭ്രമണപഥത്തിൽ നിന്നും വീണ്ടെടുക്കാൻ കഴിയുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹമാണ് SRE-1. SRE-1. ഇന്ത്യ വിക്ഷേപിച്ച പ്രഥമ ബഹിരാകാശ ടെലിസ്കോപ്പ് ഏതാണ്? ആസ്ട്രോസാറ്റ്. ആസ്ട്രോസാറ്റ് ദൗത്യം വിക്ഷേപിച്ച വർഷം ഏതാണ്? 2015 സെപ്റ്റംബർ 28. ആസ്ട്രോസാറ്റ് ദൗത്യം എന്നായിരുന്നു? 2015 സെപ്റ്റംബർ 28 ISROയുടെ സഹായത്തോടെ നിർമ്മിക്കപ്പെട്ട ഭൂഗർഭ ജലമാപ്പ് ഏതു പേരിൽ അറിയപ്പെടുന്നു? ഭുവൻ ഭുജൽ. ഇതാണ് ഭുവൻ ഭുജൽ. ISROയുടെ സഹായത്തോടെ നിർമ്മിച്ച ഭൂഗർഭ ജലമാപ്പ് അറിയപ്പെടുന്ന പേരാണ് ഭുവൻ ഭുജൽ. ഭുവൻ ഭുജൽ. അപ്പോൾ ഭുവൻ ഭുജൽ എന്ന് പറയുന്നത് ISROയുടെ സഹായത്തോടെ നിർമ്മിക്കപ്പെട്ട ഭൂഗർഭ ജലമാപ്പാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിന്റെ പഠനത്തിനായി 2019 ഏപ്രിൽ 1 വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? എമിസാറ്റ് ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിന്റെ പഠനത്തിനായി 2019 ഏപ്രിൽ 1 വിക്ഷേപിച്ച ഉപഗ്രഹമാണ് എമിസാറ്റ്. അടുത്തത് സൗത്ത് ഏഷ്യ ഉപഗ്രഹം എന്നറിയപ്പെടുന്നത് GSAT-9 ആണ്. സൗത്ത് ഏഷ്യ ഉപഗ്രഹം എന്നറിയപ്പെടുന്ന ഏതാണ്? GSAT-9 ആണ്. സാർക്ക് രാജ്യങ്ങൾക്ക് പ്രയോജനപ്പെടാനായി 2017 മെയ് 5 വിക്ഷേപിച്ച ഉപഗ്രഹമാണ് GSAT-9. അപ്പോൾ സാർക്ക് രാജ്യങ്ങൾക്ക് പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ട് 2017 മെയ് 5 GSAT-9 വിക്ഷേപിച്ചത്. സൗത്ത് ഏഷ്യ ഉപഗ്രഹം എന്നറിയപ്പെടുന്നത് ഏതാണ്? GSAT-9 ആണ്. സായുധ സേനകളുടെ ഉപയോഗത്തിനായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹങ്ങൾ ഏതെല്ലാം? GSAT-7, GSAT-7A. അപ്പോൾ GSAT-7ഉം GSAT-7Aയുമാണ് സായുധ സേനകളുടെ ഉപയോഗത്തിനായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹങ്ങൾ. നാവികസേനയുടെ സഹായത്തിനായി വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? GSAT-7 ആണ്. നാവികസേനയുടെ സഹായത്തിനായി വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? GSAT-7 ആണ്. വ്യോമസേന, കരസേന എന്നിവയുടെ ഉപയോഗങ്ങൾക്കായി 2018 ഡിസംബർ 19 വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? GSAT-7A. വ്യോമസേന, കരസേന എന്നിവയുടെ ഉപയോഗങ്ങൾക്കായി 2018 ഡിസംബർ 19 വിക്ഷേപിച്ച ഉപഗ്രഹം ഏത്? GSAT-7A ആണ്. 2018 ജനുവരിയിൽ വിക്ഷേപിക്കപ്പെട്ട ഇന്ത്യയുടെ 100ാമത്തെ ഉപഗ്രഹം ഏത്? കാർട്ടോസാറ്റ് 2 ആണ്. 2018 ജനുവരിയിൽ വിക്ഷേപിക്കപ്പെട്ട
ഇന്ത്യയുടെ 100ാമത്തെ ഉപഗ്രഹം ഏതാണ്? കാർട്ടോസാറ്റ് 2 ആണ്. നമ്മൾ നേരത്തെ പഠിച്ചു, കാർട്ടോസാറ്റ് 2 ആണ് ഇന്ത്യയുടെ 100ാമത്തെ ഉപഗ്രഹം എന്ന് പഠിച്ചു. അത് എന്നാണ്? 2018 ജനുവരിയിലാണ് വിക്ഷേപിച്ചത്. ആംഗ്രി ബേർഡ് എന്ന അപരനാമമുള്ള ഇന്ത്യയുടെ ഉപഗ്രഹം ഏതാണ്? ആംഗ്രി ബേർഡ് എന്ന അപരനാമമുള്ള ഇന്ത്യയുടെ ഉപഗ്രഹമാണ് ജിസാറ്റ് 7E. എന്താണ്? വ്യോമസേന, കരസേന എന്നിവയുടെ ഉപയോഗങ്ങൾക്കായിട്ട് നിർമ്മിച്ച ഉപഗ്രഹമാണ് ഏത്? ജിസാറ്റ് 7A. അതിന്റെ അപരനാമം എന്താണ്? ആംഗ്രി ബേർഡ് എന്നാണ്. 2017 ഫെബ്രുവരി 15-ന് 104 ഉപഗ്രഹങ്ങളെ ഒരുമിച്ച് ഭ്രമണപഥത്തിൽ എത്തിച്ച് ചരിത്രം സൃഷ്ടിച്ച ISROയുടെ വിക്ഷേപണ വാഹനം ഏതാണ്? PSLV 37 ആണ്. 2017 ഫെബ്രുവരി 15-ന് 104 ഉപഗ്രഹങ്ങളെ ഒരുമിച്ച് ഭ്രമണപഥത്തിൽ എത്തിച്ച് ചരിത്രം സൃഷ്ടിച്ച ISROയുടെ വിക്ഷേപണ വാഹനം ഏതാണ്? PSLV 37 ആണ്. ഇന്ത്യയുടെ പ്രഥമ ശുക്ര പര്യവേഷണ ദൗത്യം ഏത്? ശുക്രയാൻ 1 ആണ്. ഇന്ത്യയുടെ പ്രഥമ ശുക്ര പര്യവേഷണ ദൗത്യം ഏതാണ്? ശുക്രയാൻ 1. ബഹിരാകാശത്ത് മനുഷ്യരെ എത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ദൗത്യം ഏതാണ്? അത് ഗഗൻയാൻ ആണ്. ബഹിരാകാശത്ത് മനുഷ്യരെ എത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ദൗത്യം ഏത്? ഗഗൻയാൻ. ഏതാണ്? ഗഗൻയാൻ ആണ്. ബഹിരാകാശത്ത് മനുഷ്യരെ എത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ദൗത്യമാണ് ഗഗൻയാൻ. ബാഹുബലി എന്ന അപരനാമമുള്ള വിക്ഷേപണ വാഹനം ഏത്? ബാഹുബലി എന്ന അപരനാമമുള്ള വിക്ഷേപണ വാഹനം ഏത്? ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 LVM-3 ആണ്. അഥവാ GSLV മാർക്ക് 3 ആണ്. ബാഹുബലി എന്ന അപരനാമമുള്ള വിക്ഷേപണ വാഹനമാണ് ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 LVM-3 അല്ലെങ്കിൽ അഥവാ GSLV മാർക്ക് 3. GSLV മാർക്ക് 3 അല്ലെങ്കിൽ ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3യുടെ അപരനാമം എന്താണ്? ബാഹുബലി എന്നാണ്. അപ്പോൾ ഇന്ത്യയുടെ പ്രഥമ ശുക്ര പര്യവേഷണ ദൗത്യം ശുക്രയാൻ 1 ആണ്. ബഹിരാകാശത്ത് മനുഷ്യരെ എത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ദൗത്യമാണ് ഗഗൻയാൻ. അതുപോലെ തന്നെ ബാഹുബലി എന്ന അപരനാമമുള്ള വിക്ഷേപണ വാഹനമാണ് ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 അല്ലെങ്കിൽ GSLV മാർക്ക് 3. ഇന്ത്യയുടെ പ്രഥമ ഗ്രഹാന്തര പര്യവേഷണ ദൗത്യമാണ് മംഗൾയാൻ. ചൊവ്വയിലേക്ക് അയച്ച ഒരു ദൗത്യമാണിത്, മംഗൾയാൻ. ഇന്ത്യയുടെ പ്രഥമ ഗ്രഹാന്തര പര്യവേഷണ ദൗത്യം ഏതാണ്? മംഗൾയാനാണ്. മംഗൾയാൻ വിക്ഷേപിച്ചത് ഏതു വർഷമാണ്? 2013 നവംബർ 5-നാണ് മംഗൾയാൻ വിക്ഷേപിച്ചത്. 2013 നവംബർ 5 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമാണ് മംഗൾയാൻ വിക്ഷേപിച്ചത്. മംഗൾയാന്റെ വിക്ഷേപണ വാഹനം ഏതായിരുന്നു? മംഗൾയാന്റെ വിക്ഷേപണ വാഹനമായിരുന്നു PSLV 25. മംഗൾയാന്റെ വിക്ഷേപണ വാഹനം ഏതായിരുന്നു? PSLV 25. ചൊവ്വയിലേക്ക് പര്യവേഷണ വാഹനം എത്തിച്ച എത്രാമത്തെ ബഹിരാകാശ ഏജൻസിയാണ് ISRO? 4ാമത്തെ ബഹിരാകാശ ഏജൻസിയാണ് ISRO. ചൊവ്വയിലേക്ക് പര്യവേഷണ വാഹനം എത്തിച്ച എത്രാമത്തെ ബഹിരാകാശ ഏജൻസിയാണ് ISRO? 4ാമത്തെ ബഹിരാകാശ ഏജൻസിയാണ് ISRO. ചൊവ്വയിലേക്ക് പര്യവേഷണ ദൗത്യം എത്തിച്ച ആദ്യത്തെ ഏഷ്യൻ രാജ്യം ഏതാണ്? അത് ഇന്ത്യയാണ്. അപ്പോൾ ചൊവ്വയിലേക്ക് പര്യവേഷണ ദൗത്യം എത്തിച്ച എത്രാമത്തെ ഏഷ്യൻ രാജ്യമാണ് ഇന്ത്യ? 4ാമത്തെ ഏഷ്യൻ രാജ്യമാണ്. അല്ല, 1ാമത്തെ ഏഷ്യൻ രാജ്യമാണ് ഇന്ത്യ. എന്നാൽ എത്രാമത്തെ ബഹിരാകാശ ഏജൻസിയാണ്? ലോകത്തെ മൊത്തം നോക്കിയാൽ അത് 4ാമത്തേതാണ് കേട്ടോ. ഏഷ്യയിൽ നിന്നും ആദ്യത്തേതാണ്. ചന്ദ്രയാൻ 1 ദൗത്യം വിക്ഷേപിച്ചത് എവിടെ നിന്നായിരുന്നു? അത് ശ്രീഹരിക്കോട്ടയിൽ നിന്നായിരുന്നു. ചന്ദ്രയാൻ 1ന്റെ വിക്ഷേപണം എന്നായിരുന്നു? 2008 ഒക്ടോബർ 22-നായിരുന്നു ചന്ദ്രയാൻ 1ന്റെ വിക്ഷേപണം. ഇത് ചന്ദ്രയാൻ 1, 2, 3 മൂന്നിൻ്റെയും ഡേറ്റ് പഠിച്ചു വെച്ചേക്കുക. ചന്ദ്രയാൻ 1 2008 ഒക്ടോബർ 22-നായിരുന്നു. ചന്ദ്രയാൻ 1ന്റെ വിക്ഷേപണ വാഹനം ഏതായിരുന്നു? PSLV 11 ആയിരുന്നു. ചന്ദ്രയാൻ 1ന്റെ വിക്ഷേപണ വാഹനം PSLV 11 ആയിരുന്നു. 2008 ഒക്ടോബർ 22-നായിരുന്നു ചന്ദ്രയാൻ 1ന്റെ വിക്ഷേപണം. ചന്ദ്രയാൻ 1ന്റെ പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു? M. അണ്ണാദുരൈ ആയിരുന്നു. ചന്ദ്രയാൻ 1ന്റെ പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു? M. അണ്ണാദുരൈ ആയിരുന്നു. ചന്ദ്രനിൽ പതാക നാട്ടിയ എത്രാമത്തെ രാജ്യമാണ്? ഇന്ത്യ. 4ാമത്തെ രാജ്യമാണ്. ചന്ദ്രനിൽ പതാക നാട്ടിയ എത്രാമത്തെ രാജ്യമാണ്? ഇന്ത്യ. 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ചന്ദ്രയാൻ 2 ദൗത്യം വിക്ഷേപിച്ചത് 2019 ജൂലൈ 22 ആയിരുന്നു. ചന്ദ്രയാൻ 2 എന്നാണ് 2019 ജൂലൈ 22. ചന്ദ്രയാൻ 1 എത്രയായിരുന്നു? 2008 ഒക്ടോബർ 22. ചന്ദ്രയാൻ 2 2019 ജൂലൈ 22. ചന്ദ്രയാൻ 2 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വാഹനം ഏതാണ്? LMV-3M1. LVM. ഓക്കെ, LVM ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 ആണ് കേട്ടോ. LVM-M1 ആണ് ചന്ദ്രയാൻ 2 വിക്ഷേപിച്ച വാഹനം. ചന്ദ്രയാൻ 3 ദൗത്യം വിക്ഷേപിച്ചത് 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 എന്നാണ് 2023 ജൂലൈ 14. ചന്ദ്രയാൻ 3-ലെ ലാൻഡിംഗ് മൊഡ്യൂൾ ഏതാണ്? അത് വിക്രം ലാൻഡർ ആണ്.
ചന്ദ്രയാൻ 3 റോവർ പ്രഗ്യാനായിരുന്നു. പ്രഗ്യാൻ റോവർ, ലാൻഡർ വിക്രം ലാൻഡർ. അപ്പോൾ ഒന്നുകൂടെ 3ന്റെ ഡേറ്റ് നമുക്കൊന്നുകൂടി നോക്കാം. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22. ചന്ദ്രയാൻ 2 2019 ജൂലൈ 22. ചന്ദ്രയാൻ 3 ആണെങ്കിൽ 2023 ജൂലൈ 14. ചന്ദ്രയാൻ 3 ദൗത്യം ചന്ദ്രനിൽ വിജയകരമായി ഇറങ്ങിയ ദക്ഷിണ ധ്രുവത്തിനടുത്തുള്ള സ്ഥലത്തിന് നൽകിയ പേരെന്താണ്? ശിവശക്തി പോയിന്റ്. ചന്ദ്രയാൻ 3 ദൗത്യം ചന്ദ്രനിൽ വിജയകരമായി ഇറങ്ങിയ ദക്ഷിണ ധ്രുവത്തിനടുത്തുള്ള സ്ഥലത്തിന് നൽകിയ പേരെന്താണ്? ശിവശക്തി പോയിന്റ് എന്നാണ്. ഇന്ത്യയുടെ പ്രഥമ സൗര പര്യവേഷണ ദൗത്യം ഏതാണ്? ആദിത്യ L1 ആണ്. ഇന്ത്യയുടെ പ്രഥമ സൗര പര്യവേഷണ ദൗത്യം ഏതാണ്? ആദിത്യ L1. ആദിത്യ L1 വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 1-നാണ്. ആദിത്യ L1 എന്നാണ് 2023 സെപ്റ്റംബർ 1-നാണ്. ആദിത്യ L1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? PSLV XLC-57 ആണ്. PSLV XLC-57 ആണ് ആദിത്യ L1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ്. ഭൂമിയിൽ നിന്നും എത്ര ദൂരത്തിലാണ് ആദിത്യ L1ന്റെ സ്ഥാനം? 1.5 ദശലക്ഷം കിലോമീറ്റർ ആണ്. ഇത് ചോദിച്ചിട്ടുള്ളതാണ്. 1.5 ദശലക്ഷം കിലോമീറ്റർ ആണ് ഭൂമിയിൽ നിന്ന് ആദിത്യ L1ന്റെ സ്ഥാനം. അപ്പോൾ ഇന്ത്യയുടെ പ്രഥമ സൗര പര്യവേഷണ ദൗത്യമാണ് ആദിത്യ L1. ആദിത്യ L1 വിക്ഷേപിച്ചത് എന്നാണ്? 2023 സെപ്റ്റംബർ 1-നാണ്. ആദിത്യ L1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? PSLV XLC-57 ആണ്. PSLV XLC-57 ആണ്. ഭൂമിയിൽ നിന്നും എത്ര ദൂരത്തിലാണ് ആദിത്യ L1ന്റെ സ്ഥാനം? 1.5 ദശലക്ഷം കിലോമീറ്റർ ആണ്. ഇനി നമ്മൾ ആണവ ഗവേഷണമാണ് നോക്കുന്നത്. ഇന്ത്യൻ ആണവ ഗവേഷണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹോമി ജഹാംഗീർ ഭാഭയാണ്. ഇന്ത്യൻ ആണവ ഗവേഷണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഹോമി ജഹാംഗീർ ഭാഭ. ഇന്ത്യയിൽ ആണവോർജ കമ്മീഷൻ രൂപീകൃതമായ വർഷം 1948-ലാണ്. അപ്പോൾ ഇന്ത്യയിൽ ആണവോർജ കമ്മീഷൻ രൂപീകൃതമായ വർഷം 1948-ലാണ്. ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ 1957 സ്ഥാപിതമായത് എവിടെയാണ്? മുംബൈക്കടുത്തുള്ള ട്രോംബെയിലാണ്. ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ എവിടെയാണ്? മുംബൈക്കടുത്ത് ട്രോംബെയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ച് എവിടെയാണ്? തമിഴ്നാട്ടിലെ കൽപ്പാക്കത്താണ്. ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ച് എവിടെയാണ്? തമിഴ്നാട്ടിലെ കൽപ്പാക്കം. അപ്പോൾ ഇന്ത്യയിൽ ആണവ ഗവേഷണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഹോമി ജഹാംഗീർ ഭാഭയാണ്. ഇന്ത്യയിൽ ആണവോർജ കമ്മീഷൻ രൂപീകൃതമായ വർഷമാണ് 1948. ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ 1957 സ്ഥാപിതമായത് എവിടെയാണ്? മുംബൈക്കടുത്തുള്ള ട്രോംബെയിൽ ആണ്. ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ച് എവിടെയാണ്? തമിഴ്നാട്ടിലെ കൽപ്പാക്കത്താണ്. ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ച് എവിടെയാണ്? തമിഴ്നാട്ടിലെ കൽപ്പാക്കം. 1956 പ്രവർത്തനം തുടങ്ങിയ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ആണവ ഗവേഷണ റിയാക്ടർ ഏത്? അപ്സര. 1956 പ്രവർത്തനം തുടങ്ങിയ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ആണവ ഗവേഷണ റിയാക്ടർ ഏതാണ്? അപ്സരയാണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ റിയാക്ടർ ഏതാണ്? സൈറസ് ആണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ റിയാക്ടർ ഏതാണ്? സൈറസ്. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ ആണവ ഗവേഷണ റിയാക്ടർ ഏതാണ്? അപ്സര. രണ്ടാമത്തത് സൈറസ്. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടന്നത് ഏത് വർഷമാണ്? 1974 മെയ് 18 ആണ്. 1974 മെയ് 18-നാണ് ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടന്നത്. ഇന്ത്യയിലെ ആണവ പരീക്ഷണത്തിന്റെ വേദി എവിടെയാണ്? രാജസ്ഥാനിലെ പൊക്രാൻ ആയിരുന്നു. രാജസ്ഥാനിലെ പൊക്രാൻ. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണത്തിന്റെ രഹസ്യനാമം എന്താണ്? ബുദ്ധൻ ചിരിക്കുന്നു. ബുദ്ധൻ ചിരിക്കുന്നു. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടന്നത് വർഷം 1974 മെയ് 18-നാണ്. എവിടെയായിരുന്നു? രാജസ്ഥാനിലെ പൊക്രാൻ മരുഭൂമിയിലായിരുന്നു. ഇനി അതിൻ്റെ പേരെന്താണ്? അപരനാമമാണ് ബുദ്ധൻ ചിരിക്കുന്നു. ഇന്ത്യ രണ്ടാം ഘട്ട ആണവ പരീക്ഷണം നടത്തിയത് 1998 മെയ്യിലാണ്. 1998 മെയ്യിലാണ്. അപ്പോൾ രണ്ടും മെയ് മാസം തന്നെയാണ്. ആദ്യത്തേത് 1974, രണ്ടാമത്തെ 1998. ഇന്ത്യയുടെ രണ്ടാം ഘട്ട ആണവ പരീക്ഷണങ്ങൾക്ക് നൽകിയ പേരാണ് ഓപ്പറേഷൻ ശക്തി. രണ്ടാം ഘട്ട ആണവ പരീക്ഷണങ്ങൾക്ക് നൽകിയ പേരെന്താണ്? ഓപ്പറേഷൻ ശക്തി. ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ രാജ രാമണ്ണയാണ്. ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് ആരാണ്? ഡോക്ടർ രാജ രാമണ്ണ. 1969 മഹാരാഷ്ട്രയിൽ പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുത നിലയം ഏതാണ്? താരാപൂർ അറ്റോമിക് പവർ സ്റ്റേഷനാണ്. 1969 മഹാരാഷ്ട്രയിൽ പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുത നിലയം ഏതാണ്?
താരാപൂർ അറ്റോമിക് പവർ സ്റ്റേഷനാണ്. താരാപൂർ അറ്റോമിക് പവർ സ്റ്റേഷൻ. അപ്പോൾ മഹാരാഷ്ട്രയിൽ പ്രവർത്തനം ആരംഭിച്ച ആദ്യത്തെ ആണവ വൈദ്യുത നിലയമാണ് താരാപൂർ. അപ്പോൾ താരാപൂർ എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിലാണ് താരാപൂർ അറ്റോമിക് പവർ സ്റ്റേഷൻ. 1969 ഇത് പ്രവർത്തനം ആരംഭിച്ചത്. അടുത്തത് കൂടംകുളം ആണവ വൈദ്യുത നിലയം തമിഴ്നാട്ടിലെ ഏതു ജില്ലയിലാണ്? തിരുനെൽവേലി ജില്ലയിലാണ്. അപ്പോൾ കൂടംകുളം വേറൊരു ആണവ വൈദ്യുത നിലയമാണ്. അതെവിടെയാണ്? തമിഴ്നാട്ടിലാണ്. കൂടംകുളം ആണവ നിലയത്തിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യമാണ് റഷ്യ. കൂടംകുളം ആണവ നിലയത്തിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം ഏതാണ്? റഷ്യ. അടുത്തത് കൈഗ ആണവ നിലയം ഏത് സംസ്ഥാനത്താണ്? കർണാടകയാണ്. കൈഗ കർണാടക. കക്രപ്പാർ ആണവ നിലയം എവിടെയാണ്? ഗുജറാത്താണ്. കക്രപ്പാർ ഗുജറാത്ത്. റാവത്ത് ഭട്ട് ആണവോർജ നിലയം ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാനാണ്. റാവത്ത് ഭട്ട് രാജസ്ഥാൻ. നറോറ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശ്. ഇത് മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് ഈ ആണവ വൈദ്യുത നിലയങ്ങൾ. ഒന്നുകൂടി പറയാം. താരാപൂർ എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. കൂടംകുളം എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. കൈഗ കർണാടകയാണ്. കക്രപാർ എവിടെയാണ്? ഗുജറാത്തിലാണ്. റാവത്ത് ഭട്ട് രാജസ്ഥാനാണ്. നറോറ ഉത്തർപ്രദേശാണ്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയത് ശാസ്ത്ര സാങ്കേതിക മേഖല എന്നുള്ള ഒരു പോർഷനാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഇനി ഇതിൻ്റെ കറണ്ട് അഫെയർസും കൂടെ നോക്കാനുണ്ട്. അപ്പോൾ ഇത് കോമൺ ആയിട്ടുള്ള ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. ഇപ്പോഴത്തെ 10th പ്രിലിംസിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ISRO എന്നുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ വ്യക്തമായിട്ട് വർഷങ്ങളൊക്കെ കറക്റ്റായിട്ട് പഠിച്ചിട്ട് പോവുക. വർഷങ്ങളൊക്കെ തെറ്റിച്ച് PSC സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് പഠിക്കുക. അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.